ഇപ്പോഴ് സമയം 2:27. 3 മിനിറ്റ്. ഈ 3 മിനിറ്റിൻ്റെ ഉള്ളിലാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നത്. വിശുദ്ധമായ നിമിഷങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അന്നത്തെ പോലെ ഇന്നും ആരാധനയിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ മൗന പ്രാർത്ഥനയുടെ സമയമാണിത്. നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ, ഉടമ്പടി ചെയ്തവരാണെങ്കിൽ അതും, ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുമ്പോൾ എടുക്കാൻ സാധ്യതയുള്ള നിയോഗങ്ങളും നമുക്ക് മാതാവിന് സമർപ്പിക്കാം. ആര് എന്ത് സമർപ്പിച്ചാലും ഒന്നാമത്തെ സമർപ്പണം സഭ ദൈവത്തിൻ്റെ ഈ പദ്ധതി തിരിച്ചറിയാനുള്ള കൃപ സഭയ്ക്ക് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിസ്സാര കാര്യമല്ല. ദൈവം കൃപാസനത്തിൽ സമയ കടികാര നെഞ്ചിൽ ചാർത്തി മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ വലിയ ദൈവികമായ രഹസ്യം അത് സഭ മനസ്സിലാക്കണമെങ്കിൽ സഭയ്ക്ക് കൃപ വേണം. അതനുസരിച്ച് നമ്മൾ ഇന്ന് ആലോചിക്കുന്നതും പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ അന്ത്യാഭിലാഷങ്ങൾ ഇതൾ വിരിയുന്നത് കൃപാസനം മരിയൻ പ്രത്യക്ഷത്തിലൂടെയാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അഗാധമായ ദൈവികമായ പദ്ധതി താങ്ങാനും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഉള്ള കൃപ, എല്ലാ തരത്തിലുള്ള കൃപ സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി കൂടിയും ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് നമ്മളെന്താ പറഞ്ഞത്? അതായത് 10 മാർക്ക് ഒറ്റടിക്ക് കിട്ടുന്ന ഈസി ചോദ്യം കർത്താവ് പറഞ്ഞു. ഇപ്പം ചില സമയത്ത് പണ്ട് ഫീൽഡ് വർക്ക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഫീൽഡ് വർക്ക് ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഫീൽഡ് വർക്കിന് ജോമെട്രി നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഓൾജിബ്ര എനിക്ക് വലിയ പാടാണ്. അത് ഞാൻ കവർ ചെയ്യണത് ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. അതിന് പെട്ടെന്ന് മാർക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ എനിക്കൊക്കെ ദൈവമേ അതിന് കുറേ മാർക്ക് കിട്ടിയിട്ട് നമ്മൾ മാത്സിൽ ജയിച്ചാലോന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യും. അത് എനിക്ക് ഈസിയാണ്, സിമ്പിളാണ്. ഇതുപോലെ കൂടുതൽ മാർക്ക്, സിമ്പിളായിട്ട് കൂടുതൽ മാർക്ക് കിട്ടാൻ പറ്റിയ പരിപാടി എന്താണെന്ന് അറിയാമോ? ഈശോ കുറേ പരിപാടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ദ്രോഹിക്കുന്നവരെ, അത് 20 മാർക്കാണ്. 20 മാർക്കാണ്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവിൻ. അതാണ് വചന ഉരുക്കം. അങ്ങനെ ആശീർവദിക്കണമെങ്കിൽ നമ്മൾക്ക് അവർ കാണിച്ചിരിക്കുന്ന കാട്ടായം കാരണം നമുക്ക് അവരെ ആസ്വദിക്കാൻ പറ്റുമോ? എന്നാ പറ, ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം നാത്തൂനായാലും അമ്മയായാലും മരുമകളായാലും അമ്മായിയമ്മയായാലും നമ്മൾ കാണിച്ചിട്ട് കാട്ടായം ഓർത്താണെങ്കിൽ നമ്മളെ പാറയെടുത്ത് അവിടെ തലക്കിട്ട് അടിക്കും. പക്ഷെ നമ്മൾ സ്നേഹിക്കും. എന്താ കാര്യം? നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്താലാണ് അവരെ നമ്മൾ സ്നേഹിക്കുന്നത്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കാൻ നല്ല മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്. ഇങ്ങനെ എന്താ പ്രശ്നം? വചനം ഉരുക്കമെന്ന് പറയുമ്പോൾ ഒരു വചനത്തിന് കർത്താവ് മെൽട്ട് ചെയ്ത് നിനക്കത് അനുഭവവേദ്യമാക്കി തരുന്നതിന് ദൈവം എടുക്കുന്ന അളവ് കോര് നിൻ്റെ ദൈവസ്നേഹമാണ്. ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ദൈവത്തോടും മനുഷ്യനോടും പൊരിഞ്ഞ സ്നേഹമായിരിക്കും. പൊരിഞ്ഞ സ്നേഹം അല്ലെങ്കിൽ ആക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാകും. എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവം. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ കാശ്രീം വെച്ചുകൊണ്ട് അമ്മയോട് കുറേ വർത്തമാനം പറയുമെന്ന്. മിറലെന്ന് പറഞ്ഞൊരു പോലെ സാക്ഷ്യം പറഞ്ഞാണ്. ഞാൻ കാശ്രീം വെച്ചുകൊണ്ട് അമ്മയോട് കുറേ വർത്തമാനം പറയുമെന്ന്. നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ തന്നെ ദൈവത്തിനൊരു കൊതിയുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ഓരോ വിഷയം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് പറഞ്ഞ് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ,
റോമ 8:32 വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 8:32 വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യേശു ക്രിസ്തു വായിച്ചത് ശ്രുതികട. ഹല്ലേലൂയ, റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ, ഒന്ന് പറഞ്ഞ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഭജന ഉരുക്കം എന്താ പറയുക? ഭജന ഉരുക്കത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞ എന്താണ്? സി ജോസഫ്, ഇതാണ് അപ്പായുടെ ഒരു മാനസികാവസ്ഥ. നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. എന്താ കാര്യം? അപ്പ എന്ത് ചെയ്യണമെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ കൂടെ ചെയ്യത്തുള്ളൂ. അതാണ് വിഷയം. അതാണ് ഭജന ഒരുങ്ങിയത്. അപ്പ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ കൂടെ ചെയ്യത്ത്. യേശുവിനെ ക്രിസ്തു മാറ്റിക്കൊണ്ട് ഒരു ഉരുക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി വേണം ഈ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കാൻ, ഉടമ്പടി ജീവിക്കാൻ. കാര്യം എന്താണ്? നമ്മൾക്ക് യേശു ക്രിസ്തു നൽകിയവൻ അവനോട് കൂടെ സമസ്തവും. നമ്മൾ സമസ്തത്തിന് വേണ്ട വീട്, ജോലി, വിവാഹം, ജപ്തി നടപടി, പട്ടയം കെട്ടുക, ഭൂമി തരം മാറ്റുക, എന്തെല്ലാം കാര്യമാണ് നമ്മൾ ഉടമ്പടി വെച്ചേക്കുന്നത്. ഇതെല്ലാം സമസ്തവുമാണ്. ഈ സമസ്തത്തിനൊന്നും ദൈവം എതിരല്ല. പക്ഷേ ദൈവം പറയും സമസ്തവും നിനക്ക് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ. എന്താണ് കാര്യം? നീ യേശുക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. അതേ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടാണ് അതിൻ്റെ കൂടെ മാത്രമേ ഞാനാണ് തരണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നും തരത്തില്ലെന്ന് പറയും. അപ്പോൾ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? നമ്മൾ ആദ്യം യേശുക്രിസ്തുവിനെ വാങ്ങിക്കും. യേശുക്രിസ്തുവിനെ വാങ്ങിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ആദ്യം യേശുക്രിസ്തു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. അതാണ് വിഷയം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വീടില്ല, ഞാൻ ഉടമ്പടി 6 പുതുക്കി 10 പുതുക്കി എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. മറിച്ച് ഇതിലൂടെ യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താൽ വളർന്നുകൊണ്ട് ലോകത്തിന് നിനക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താലാണോ നീ യേശുക്രിസ്തുവിനെ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്? അത് അവൻ പറയണ പോലെ ചെയ്തത്, അനുദപിച്ചാലും ആത്മാഭിഷേകം പ്രാപിച്ചാലും അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണെന്ന് ഉറപ്പുവരുത്താതെ ഉടമ്പടി ബ്രേക്ക് ആകത്തില്ല, ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, യേശുക്രിസ്തുവിന്റെ കൂടെ സമസ്തവും നേടാൻ ഉടമ്പടി എന്ന ദൈവിക പദ്ധതി കൃപാസനം പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് പറയുന്നു. ദൈവമേ, ഉടമ്പടിക്ക് പറ്റിയ പങ്കാളിയായി മാറുന്നതിനായി ദൈവസ്നേഹത്താൽ നിറഞ്ഞ അനുതാപത്തിലേക്ക് അതുപോലെ മനുഷ്യോചിതമായ പ്രവർത്തനങ്ങളിലേക്ക് അതുപോലെ തന്നെ കർത്താവിനെ കൈമാറുന്ന പ്രേക്ഷിത വരയിലേക്ക് സ്വർഗത്തിന്റെ ഉപകരണമായി യേശുക്രിസ്തുവിൽ പരിശുദ്ധ മാധ്യസ്ഥനെ തെരഞ്ഞെടുത്തുകൊണ്ട് പങ്കാളിയായി ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിരുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിരുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. എൻ്റെ ഉണ്ണീശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. സഞ്ചാരമാതാവ് എനിക്ക് നൽകിയ അനുഭവ സാക്ഷ്യം ഇവിടെ സഞ്ചാരമാതാവിൻ്റെ മുമ്പാകെ കൃപാസനത്തിൽ വന്ന് പറയാൻ എന്നെ അനുവദിച്ചതിന് 1000 ഞാൻ നന്ദി പറയാണ്. എൻ്റെ പേര് ലിറ്റി CJ. ഇതെൻ്റെ മകൻ ഫിഡൽ, മകൾ ലിയാൻഡ്ര. ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ
സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് മൂന്നുംപറ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആദ്യമായി കൃപാസനം മാതാവിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മേൽ വഴിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 27 ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ആയുർവേദ പഞ്ചകർമ്മ സെൻറ്റർ തുടങ്ങാനായി ഞാൻ ആലോചിച്ചു. മാതാവിനോടും കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. അങ്ങനെ അതിനുവേണ്ടി PMEGP എന്ന് പറയുന്ന ഒരു ലോൺ, അത് ഗവൺമെൻറ് സർക്കാർ നമുക്ക് ഒരു ആദ്യമായി തൊഴിൽ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലോണാണ്. അത് ഓരോ ബ്ലോക്കിലും വാർഡിലും പെട്ടവർക്ക് അതാത് ബ്ലോക്കുകാർക്ക് വാർഡുകാർക്ക് ഓരോ ബാങ്കിനെ ഓൾറെഡി ഗവൺമെൻറ് ഡെപ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ബാങ്കിലേക്ക് ഞാൻ അപേക്ഷിക്കുകയും എനിക്കതിൻ്റെ ഇൻ്റർവ്യൂ ക്ലിയർ ആവുകയും PMEGP ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെ PMEGPയുടെ ലോൺ എടുത്തത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ മെഷീനറീസിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തു, അതിൻ്റെ ഗഡുക്കൾ കൃത്യമായി എനിക്ക് കിട്ടി. അതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള മെഷീനറീസിന് വേണ്ടി ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്നോട് പറഞ്ഞത് ആദ്യം കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരാനാണ്. ഞാനങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റായി ഞാൻ ബാങ്കിൽ സമീപിച്ചപ്പോൾ അപേക്ഷ വെച്ചു മെഷീനറീസിന് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അപേക്ഷ വെച്ചിട്ടും എനിക്ക് അതിനൊരു മറുപടി കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നീട് ബാങ്കിൽ സമീപിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവധി, അതായത് 12 മാസ കാലയളവിനുള്ളിൽ മെഷീനറീസ് റിലീസ് ചെയ്തില്ലെങ്കിൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യുമെന്നും നമുക്കത് ഒരിക്കലും റിലീസ് ചെയ്യില്ല എന്നാണ് ബാങ്ക് പറഞ്ഞത്. ഞാൻ പലതവണ അപേക്ഷ വെച്ചു. കാരണം ബാങ്കിൽ നിന്ന് എനിക്ക് ഒരു തവണ പോലും ഈ 12 മാസ കാലാവധിയെപ്പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് റെസ്പോണ്ടൊന്നും കാണാത്തതിനാൽ അവരുടെ ഹെഡ് ഓഫീസായ റീജിയണൽ ഓഫീസിൽ പോയി വിവരം പറയാൻ പറഞ്ഞു. റീജിയണൽ ഓഫീസിൽ പോയി അവിടെ പോയി ഞാൻ അപേക്ഷ വെച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര തവണ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നിരുന്നു, പക്ഷേ ഈ മെഷീനറീസിൻ്റെ ഉള്ള കാര്യങ്ങൾ എനിക്ക് നടക്കുന്നില്ല, എനിക്കിതിനെപ്പറ്റി ഇൻഫർമേഷൻ അറിഞ്ഞില്ലായിരുന്നു, എന്നോട് എനിക്കൊന്ന് ഇളവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ PMEGP ലോൺ എടുത്തിരുന്ന വേറൊരു വ്യക്തി, ആൾ 2 കോടിയോളം ലോൺ എടുത്തിട്ട് ആദ്യത്തെ ഗഡുവിൽ 1 കോടിയോളം എടുത്ത് ബാക്കിയുള്ളത് ടൈമിനുള്ളിൽ എടുക്കാതിരുന്നത് കൊണ്ട് അവർക്ക് ആ ലോൺ എമൗണ്ട് കിട്ടാതെ വരികയും ആ സ്ഥാപനം പൂട്ടിപ്പോവുകയും ചെയ്തു. ഇത്രയും പ്രതിസന്ധികളുടെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലാതെ ഒരു ഫലം, ഒരു ലക്ഷ്യം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഈ ഓട്ടത്തിനിടയിൽ, പാച്ചിലിനിടയിൽ 2023 സെപ്റ്റംബർ 27 ഞാൻ ചേർന്ന ഉടമ്പടി 4 തവണ പുതുക്കിയിട്ട് 5-ാം തവണ പുതുക്കേണ്ടിയിരുന്നത് ഡിസംബർ 2025 ഫെബ്രുവരി ആയിരുന്നിട്ടും ഞാനത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എത്ര ഓടിയാലും എത്ര വലിയ വലിയ ഉദ്യോഗസ്ഥരെ കണ്ടാലും എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കാണ്ട് എനിക്കിതൊരിക്കലും നടപ്പാവില്ല എന്ന് മനസ്സിലായി. ഞാൻ ഈ മാസം 22-ാം തീയതി ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് 5-മതും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ശേഷം ഞാൻ 23-ാം തീയതി ഏത് ഓഫീസുകളാണോ എന്നോട് പറഞ്ഞത് ഇതൊരിക്കലും നടക്കില്ല, റിജക്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞത്, അതേ ഓഫീസുകളിലേക്ക് ഈ പറഞ്ഞ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് വന്ന ശേഷം ഇവിടുന്ന് ഉപ്പും തൈലവുമായി ഞാൻ അതേ ഓഫീസുകളിലേക്ക് ചെന്നു. ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഉപ്പ് വിതറി, ഞാൻ തൈലം കുരിശ് ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അവിടെ ചെന്ന് ഞാൻ പിന്നീടും അപേക്ഷ വെച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ബ്രാഞ്ചിൽ കൂടി സംസാരിക്കട്ടെ, ഡിസ്കഷൻ ചെയ്യട്ടെ. എന്നിട്ട് അവർ പെട്ടെന്നാണ് തീരുമാനമാവുന്നത്. 6 ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ബ്രാഞ്ചിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രാഞ്ചിലേക്ക് പോയി സംസാരിച്ചു. അവർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്നാണ് എനിക്ക് മാതാവ് നടത്തി തന്നത്. പക്ഷേ ലാസ്റ്റ് ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ 2 ഓഫീസേഴ്സ് തമ്മിൽ അത് സാങ്ഷൻ ആവാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നെയും മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ എത്ര ഓടിയാലും എന്നെക്കൊണ്ട് എത്ര ചെയ്താലും എൻ്റെ മാതാവ് ഒരു നിമിഷം ഒന്ന് വിചാരിച്ചാൽ മതി എനിക്കത് നേടിത്തരാൻ. ഞാൻ എനിക്കിത് സാങ്ഷനായി കിട്ടുന്നുവോ പിറ്റേ ദിവസം അടുത്ത ദിവസം ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പാകെ ഈ സാക്ഷ്യം ഞാൻ പറയാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു മാതാവിന്. ഞാൻ
27-ാം തീയതി ഇന്നലെ 3ാമതും റീജിയണൽ ഓഫീസിൽ പോയി ഞാൻ പിന്നെ അപേക്ഷിച്ചു. അവർ അന്ന് തന്നെ മാതാവ് എനിക്കിതെല്ലാം നടപ്പാക്കി തന്നു. 27-ാം തീയതി എന്നൊരു ദിവസം ഈ മെയിലുകൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് കൊടകരയിൽ നിന്ന് എറണാകുളം നിന്ന് ചെന്നൈയിൽ നിന്ന് എറണാകുളം, എറണാകുളം ടു കൊടകര, ഓരോ ബ്രാഞ്ചുകളിലേക്കും നിമിഷ നേരം കൊണ്ടാണ് ഓടി ഓരോ മെയിലുകൾ ചെന്നതും അതിൻ്റെ ഫലം കണ്ടതും. ആ ഒരു എമൗണ്ട് 9,40,455 രൂപ, ബാക്കിയുള്ള ഗഡുക്കുണ്ടായിരുന്ന എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി ബാങ്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചത് റിലീസ് ചെയ്ത് തന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചത്. റീജിയണൽ ഓഫീസുകളും ബ്രാഞ്ച് ഓഫീസുകളിലും കയറുന്ന സ്ഥലത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഉപ്പിട്ടിട്ടാണ് ഞാൻ കയറിപ്പോയത്. അതുപോലെ ഉടമ്പടി തൈലം ഞാൻ എല്ലാ ഓഫീസുകളിലും, ഏതെല്ലാം ഓഫീസുകളിലും ഞാൻ കയറിയോ ആ എല്ലാ ഓഫീസുകളുടെയും വാതിലുകളിൽ ആരും കാണാതെ, എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ എനിക്ക് വലുത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് വലുത് എൻ്റെ വിശ്വാസമാണ്. ഞാനത് ആരും കാണാതെ, ക്യാമറകളിൽ പതിയാതെ, ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ കുപ്പിയെടുത്ത് കയ്യിൽ തൈലമെടുത്ത് ഞാൻ കുരിശ് ഓരോ ഓഫീസ് റൂമിൻ്റെ വാതിലുകളിൽ ഓരോ ഓഫീസർമാരെ കാണാൻ പോകുമ്പോഴും ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ പോയത്. അതുപോലെ ഞാൻ ആ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നുള്ളുപ്പ് എൻ്റെ വായയിലും അതുപോലെ തൈലം എൻ്റെ നെറ്റിയിലും കുരിശ് വരച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി ഉപ്പെടുത്തതിന് ശേഷം ഞാൻ ഓഫീസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സ്ഥാപനം പണി കഴിഞ്ഞ് മെഷീനറീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിലും എല്ലാവരുടെയും ഞാൻ തൈലം പൂശിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ വേറെ എൻ്റെ മകൻ ഫിഡൽ ജോസ് ഫെബിൻ, മകൻ മാഴ്സ് കമ്പനിയുടെ ഇൻ്റർനാഷണൽ സ്പെല്ലിംഗ് ബിയിൽ മത്സരിക്കുകയും സ്റ്റേറ്റ് ലെവലെല്ലാം മത്സരിച്ച് നാഷണൽ ലെവൽ വരെ മത്സരിക്കാനിടയായി. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായാലും അതിനെല്ലാം എന്തെല്ലാം വരുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ്, എന്നെ ശക്തനാക്കുന്നവനോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എത്ര തകർച്ചകളിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും എപ്പോഴും മനസ്സിൽ ഓടി വരുന്ന വചനമാണ്. എന്നെ ശക്തനാക്കാൻ എൻ്റെ ഈശോയ്ക്ക് ലിറ്റിയെ ശക്തനാക്കാൻ പറയാനായിട്ട് ഒരു അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാവില്ല. എൻ്റെ കൂടെ എപ്പോഴും മാതാവും ഉണ്ണീശോയും ഉണ്ടാവുന്ന പൂർണ്ണ ബോധ്യം എന്നിലുണ്ട്. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ പോകുന്നിടങ്ങളിലെല്ലാം എന്നെ കൊണ്ടാവുന്ന വിധം പാവപ്പെട്ടവരെ കാണുമ്പോൾ വിശക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ആവുന്ന വിധം എൻ്റെ കയ്യിലുള്ളൊരു തുക ഉള്ളത് എന്താണോ അത് അവർക്ക് കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊടുക്കാറുണ്ട്. ഇവിടുന്ന് 22-ാം തീയതി 5ാമതായിട്ട് ഞാൻ ഉടുമ്പി പുതുക്കി പോയപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് എനിക്ക് ആദ്യം സാക്ഷ്യം നിറവേറട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം കൃപാസനത്തിലെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ ചിന്തിച്ചു, എനിക്കിത് എന്തായാലും എൻ്റെ അമ്മ നടത്തി തരും, പിന്നെ ഞാൻ എന്തിനാ മാതാവിനെ വെല്ലുവിളിക്കുന്നത്, എനിക്ക് എന്തായാലും അത് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ കൃപാസന പത്രം ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ പ്രത്യേകമായി പറയാനുള്ളത്, ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സില്ലിയായി വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്നു മുതൽ ഞാൻ ഉടമ്പടി എടുത്തുവോ, എന്നു മുതൽ മാതാവിനെ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയോ, അന്നു മുതൽ ജീവിതത്തിൽ വരുന്ന ഓരോ വെല്ലുവിളികളും എല്ലാം അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉണ്ണീശോ എൻ്റെ കൂടെയുണ്ട്, എല്ലാം എനിക്കത് അതിജീവിക്കാൻ കഴിയും എന്നുള്ള ബോധ്യത്തിൽ എല്ലാ ചെറിയ ചെറിയ സങ്കടങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ജീവിതത്തിലെ നന്മകളെ കണ്ടുപിടിച്ച് അതിലൂടെ ജീവിക്കാൻ എന്നെ മാതാവ് പ്രാപ്തിയാക്കി. ഇത്രയും ഈ ഒരു അവസരത്തിൽ എനിക്ക് മനസ്സിൽ വരുന്ന ഒന്നാണ്, ഒന്നുമില്ലായ്മയിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ആ ഒരു സ്നേഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എൻ്റെ മരണം വരെ എൻ്റെ ഈശോയിലും എൻ്റെ മാതാവിലും എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം നിർത്തുന്നു. മാതാവിലും ഉണ്ണീശോയിലും ജീവിതകാലം മുഴുവൻ മരണം വരെ ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡാനിയ തങ്കച്ചൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ ചെമ്മണ്ണാറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഡിസംബർ 13-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് എൻ്റെ കരം പിടിച്ചു. അവിടുത്തെ കരത്തിൻ്റെ ബലത്താൽ
എനിക്ക് സാധിച്ചു കിട്ടിയ, അല്പം വൈകിയെങ്കിലും എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഞങ്ങൾ നിലവിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾ ചെമ്മണ്ണാട്ടിലോട്ട് താമസം വന്നതാണ്. പുതിയതായിട്ട് സ്ഥലം വാങ്ങിച്ച് 13.5 സെൻറ്റ് സ്ഥലം, അതിൽ 8.5 സെൻറ്റിന് പട്ടയമുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഉണ്ടായിരുന്നു താനും. പക്ഷേ അത് റീസർവേ മുടങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് കരം കെട്ടാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കത് അറിയത്തില്ല. അതറിയാണ്ട് ഞങ്ങൾ 8 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. മൊത്തം 10 ലക്ഷമാണ് പറഞ്ഞിരുന്നത്, 2 ലക്ഷമാണ് പിന്നെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ആ 2 ലക്ഷമായിട്ട് കൊടുക്കാൻ വേണ്ടി പോക്കുവരവ് ചെയ്യാനായിട്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് റീസർവേ മുടങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് എന്നൊക്കെയുള്ളവർ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് എൻ്റെ അതിൽ അടുത്തുള്ളൊരു ചേച്ചി, കൃപാസനം എന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്, നമുക്കവിടെ പോകാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, കേട്ടിട്ടുണ്ട്, എന്നാലും ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുന്ന സ്ഥലമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഏതോ ഒരു ധ്യാന കേന്ദ്രം എന്നുള്ള രീതിയിൽ, അപ്പോൾ ഞാനും വരാം എന്നുള്ള രീതിയിൽ ആ ചേച്ചിയാണ് എന്നെ പൈസ തന്ന് മുടക്കി ഇവിടെ കൊണ്ടുവന്നത്. മാതാവിന് നന്ദി പറയുന്നു ഈ ഒരു പുണ്യ സന്നിധാനത്തിൽ വരാനൊത്തതിന്. ഇവിടെ വന്ന് ഞാൻ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു പോയി, കൃത്യമായിട്ട് വന്ന് പുതുക്കിപ്പോയി. ഇതിപ്പോൾ 10ാമത്തെ തവണയാണ് എൻ്റെ പുതുക്കൽ. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ പറഞ്ഞ സ്ഥലം പോക്കുവരവ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം പേരിലോട്ടാക്കാനുള്ള കൃപ അമ്മ മാതാവ് ചെയ്തു തന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്വന്തം പേരിലായി കരം കെട്ടി, അതുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നത്. ഈ മേടിച്ച വസ്തുവിൽ ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പറമ്പിൻ്റെ 4 മൂലയ്ക്കും കൊണ്ട് ഇടുകയും വീടിന് ചുറ്റുമൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയും ഇടയ്ക്കും മുട്ടിനും ഒക്കെ കൊണ്ട് ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ ഇട്ടതുകൊണ്ട് അതും അതിൻ്റെ ഫലമായിട്ടും കൂടിയാണ് നടന്നതെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനും വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം 19 വർഷം വെച്ചതോളമായി. എനിക്ക് എൻ്റെ മൂത്ത മോൾക്ക് 20 വയസ്സായി. അവളുണ്ടായപ്പോൾ ഒരു അലർജിയോടുകൂടിയാണ് ജനിച്ചത്. അവളിൽ നിന്നത് എനിക്ക് കിട്ടിയതാണ്. രാവിലെയും വൈകിട്ടും ഭയങ്കര തുമ്മലും ചീറ്റലുമാണ്. അത് ഒരു തുമ്മിയാൽ പിന്നെ മൂക്കിക്കൂടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് ഉടമ്പടിയിൽ നിയോഗമൊന്നും വെച്ചിരുന്നില്ല. ഞാൻ പക്ഷെ മറന്നും പോയി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്കിപ്പോൾ തുമ്മലും ഇല്ല, ചീറ്റലും ഒന്നുമില്ല, ഒരു ചൊറിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെൻ്റെ ഒരു രോഗസൗഖ്യം. ഈ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതുകൊണ്ട് കിട്ടിയതാണ്. ഞാൻ നിയോഗം വെച്ചിരുന്നതല്ല. പിന്നെയുള്ളതൊരെണ്ണം, ചെവിയുടെ ബാലൻസ് പോകുന്നൊരു അസുഖം എനിക്കുണ്ടായിരുന്നു. ആ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനത് ഉടമ്പടി എടുക്കാൻ വന്നതല്ല, കൂട്ടത്തിൽ വന്ന ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് എടുത്തിട്ട് പോയതാണ്. അന്ന് എടുത്തത് കൊണ്ട് എനിക്കതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചില്ല, അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉറക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും വീണ്ടും നന്ദി പറയുന്നു. ഈ അവസരം ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നു. ചെവിയുടെ ബാലൻസിൻ്റെ അസുഖം മാറി. അത് പിന്നെ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അത് മാറുന്നതെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. പിന്നെയുള്ളത്, ആത്മീയമായിട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് അത്ര ഈ അനാഥാലയങ്ങളിലൊക്കെ പോയി ചെയ്യാനും പെറുക്കാനും ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ ചെയ്യാറുണ്ട്. ഒരമ്മച്ചിക്ക് ഞാൻ 1 മാസം അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ അവരെ ശുശ്രൂഷിച്ചിരുന്നു. പിന്നെ ഒരമ്മച്ചീനെ, ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു, ഞാൻ ആ ചേച്ചിക്ക് വീട്ടിൽ പോയി ഒരു വയ്യാത്ത സമയത്തൊക്കെ പോയി ഫുഡുണ്ടാക്കി കൊടുക്കുകയും വീടൊക്കെ അടിച്ചു വാരി തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ പോലും പിന്നെ ഫുഡ് മാസത്തിലൊന്ന് എനിക്ക് അങ്ങനെ കൊണ്ട് കൊടുക്കാനൊരു വരുമാനവും ഒന്നുമില്ല. ഭർത്താവിൻ്റെ ഒരാളുടെ വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്ന കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പം എനിക്ക് പിന്നെ സാക്ഷ്യത്തിൽ ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. എന്നാലും ഞങ്ങളുടെ ഇടവകയിലെ SH സിസ്റ്റേഴ്സിൻ്റെ കീഴിൽ അവർ എനിക്കൊരു കുഞ്ഞ് സഹായം ചെയ്തു തന്നിരുന്നു. ആട്ടിനെ വളർത്താനായിട്ട്, ആട്ടുംകൂട് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആദ്യം കുറച്ച് പൈസ തന്നു. അത് ഞാൻ ആട്ടുംകൂട് ഉണ്ടാക്കി. ഹസ്ബൻഡ് അതിൻ്റെ പണി അറിയാവുന്നത് കൊണ്ട് അത് ഉണ്ടാക്കി. പക്ഷേ അതിന് ആടിനെ വാങ്ങിക്കാൻ പൈസ തികഞ്ഞില്ല. അപ്പം തിരിച്ച് 25,000 രൂപയാണ് തരുന്നത്. 1 വർഷം കഴിയുമ്പം 12,500 രൂപ തിരിച്ചടയ്ക്കണം. അപ്പം അങ്ങനെ തന്നു. അപ്പോൾ അതെനിക്ക് ആ സമയത്ത് എനിക്ക് 5,000 രൂപ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആശുപത്രി പോക്കും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ളൊരു നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാനൊരു അവധി ചോദിച്ചു. അപ്പോൾ അന്നത്തെ മദർ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, പ്രൊവിൻഷ്യൽ ഹൗസിലോട്ട് ചോദിക്കട്ടെ, നിൻ്റെ സാഹചര്യം ഒന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവരെനിക്ക് ഒരിക്കൽ കൂടി എനിക്ക് ആ തുക തന്ന് എന്നെ സഹായിച്ചു. അങ്ങനെ സഹായിച്ചതോടുകൂടി
ഞാൻ അടയ്ക്കാനുണ്ടായിരുന്ന പൈസ ഒഴിവാക്കി ബാക്കി എനിക്ക് 17,500 രൂപ എനിക്ക് തിരിച്ചു തന്നു. ആ പൈസയ്ക്ക് ഞാൻ വന്ന് ഒരാടിനെയും 2 കുഞ്ഞുങ്ങളെയും വാങ്ങിച്ചു. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കാതെ എനിക്ക് ഇങ്ങോട്ട് തന്നൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവ് ഇടപെട്ടത് കൊണ്ടാണ് അത് തന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു കുഞ്ഞ് സംരംഭക എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും ഒരു കുഞ്ഞ് വരുമാനമുള്ളൊരു വീട്ടമ്മയായിട്ട് മാറി. ആ ആടിനെ കുഞ്ഞുങ്ങളെ വളർത്തിയാണ് ഞങ്ങൾക്ക് ഇന്ന് കുടുംബത്തിൽ എൻ്റെ ഭർത്താവിന് ഒരു കുഞ്ഞ് സഹായമായിട്ട് കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്നും ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്നും മാസത്തിലൊരിക്കൽ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട്, സൺഡേ സ്കൂൾ കുട്ടികളെയും കൊണ്ട് അടുത്തുള്ള അനാഥാലയത്തിലൊക്കെ അവർ ഫുഡ് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ അതിന് പള്ളിക്കകത്ത് ഒരു പാത്രം വെച്ചിരിക്കാൻ സാധിക്കുന്നവർക്ക് എന്തെങ്കിലും സാധിക്കുന്നത് പോലെയുള്ളത് അതിനകത്ത് ഇടാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ആഴ്ചയിലൊന്നും പറ്റിയില്ലെങ്കിലും മാസത്തിലൊരിക്കൽ എനിക്ക് കിട്ടുന്നതിൽ നിന്നുള്ള കുഞ്ഞു വരുമാനത്തിൽ നിന്ന് ഓരോ ഓഹരി ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. പിന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞായറാഴ്ച കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. മുടക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ഞാനത് മാറ്റിവെച്ച് ഞാൻ കുർബാനയ്ക്ക് കൃത്യമായിട്ട് കുർബാനയ്ക്ക് പോകും. കുടുംബ പ്രാർത്ഥനകൾ ചില സമയത്ത് കുടുംബ പ്രാർത്ഥന മുടങ്ങാറുണ്ട്, പക്ഷേ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാനിങ്ങനെ മുടക്കാറില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവിനെ അപേക്ഷിച്ച് ഇത്ര അല്പം താമസിച്ചാലും നമ്മളെ മാതാവ് അനുഗ്രഹിക്കാതെ കൈവിടില്ല, നമ്മളെ താങ്ങി നടത്തും. അന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാനിത് പറയുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.